ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിന്റെ അനുഭവത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഓരോ നോമ്പും യഥാർത്ഥത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ വളരെ കൃത്യമായി അർത്ഥപൂർണമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സൃഷ്ടികർമ്മത്തിൽ സ്വരൂപവും സാദൃശ്യവും മാത്രമല്ല, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൂടെ ദൈവം ഓരോ മനുഷ്യനും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വെളിച്ചത്തിന്റെ പാതയിൽ സഞ്ചരിക്കണോ ഇരുട്ടിന്റെ പാതയിൽ സഞ്ചരിക്കണോ എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്റേത് മാത്രമാണ്. പലപ്പോഴും നമുക്ക് ലഭിച്ച ഈ മനുഷ്യ സ്വാതന്ത്ര്യത്തെ വളരെ കൃത്യമായി അർത്ഥപൂർണമായി ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നമുക്കാദ്യം പാപത്തെ പറ്റിയുള്ള ഒരു ബോധ്യം വേണം. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. മാനസാന്തരം എന്നുള്ളതിന് തത്തുല്യമായ ഗ്രീക്ക് പദം മെറ്റാനോയ എന്നുള്ളതാണ്. മെറ്റാനോയ എന്ന് പറയുന്നത് രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. മെറ്റ ആൻഡ് നോസ്. മെറ്റ എന്ന് പറഞ്ഞാൽ മാറ്റമെന്നും നോസ് എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് മനസ്സിൽ നിന്നുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഓരോ നോമ്പും ആവശ്യപ്പെടുന്നത്. നമ്മുടെ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ദൈവ ഇച്ഛയുമായി ചേർത്ത് വെച്ച് മാനസാന്തരത്തിലൂടെ രക്ഷ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. നോമ്പ് രക്ഷ എന്ന അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ രക്ഷ എന്ന അനുഭവത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കട്ടെ. നമുക്ക് ദൈവം തന്ന ആ മഹത്തായ സ്വാതന്ത്ര്യത്തെ വളരെ കൃത്യമായി അർത്ഥപൂർണമായി ഉപയോഗിക്കുവാൻ കഴിയട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യം ദൈവ ഇച്ഛയോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് ഈ വലിയ നോമ്പ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.